ഹലോ ഗൈസ്, നമ്മളെന്നൊരു പുതിയ ഗെയിമായിട്ടാണ് വന്നേക്കുന്നത്, ട്വിൻസ്. അതിന് നമ്മൾ ഈസി മൂഡും എടുത്തിട്ടുണ്ട്, വിത്ത് ഗസ്റ്റും എടുത്തിട്ടുണ്ട്. വിത്ത് ഗസ്റ്റ് ഇടുകയാണെങ്കിൽ നമ്മളെ ലെപ്പാപ്പനും ലെമ്മച്ചിയും കൂടി അതിൽ വരും. എങ്ങനെ വെച്ചാൽ ഗ്രാനിയും ഗ്രാൻഡ് പായും ബോബും വെക്കും. ഓക്കെ, അപ്പം നമ്മൾ ലോ മ്യൂസിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കളിയിലോട്ട് നടക്കാം. അപ്പം നമ്മൾ വേറൊരു വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു, പക്ഷേ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് കാണാത്തവർ ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്ന് ചെയ്യാൻ വിചാരിക്കുന്നത് റൂഫ് ടോപ്പ് എസ്കേപ്പ് ആണ്. നമ്മൾ ഫ്രണ്ട് ഡോർ എസ്കേപ്പാണ് ചെയ്തത് മറ്റേ വീഡിയോയിൽ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഈ 3 സംഭവങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എസ്കേപ്പ് ആവാം. ഓക്കെ, നമ്മൾ എല്ലാം കൊടുത്തിട്ടുണ്ട്, നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മൾ അതിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. പിന്നെ സ്ഥലം പറഞ്ഞുതരാം, ഏതൊന്ന് റൂഫ് ടോപ്പ് എസ്കേപ്പ് ആവണ വഴിയാണ്. അത് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. എൻ്റെ കസിനും ഉണ്ട് പിന്നെ കളിക്കാൻ. ഇതാണ് നമ്മളെ ആ ഡോർ. മറ്റേ നമ്മളെ പിന്നെ ഒരു കുനിഞ്ഞു പോകുന്ന ഒരു ഭാഗമുണ്ട്, ആ വഴി നമുക്ക് എസ്കേപ്പ് ആവാം. അതിന് സ്ക്രൂ ഡ്രൈവറും ബ്ലൂ കീയും വേണം. നമുക്ക് കളി തുടങ്ങാം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അടി ആ ഇരിക്കുന്നതാണ് മൊണാലിസ പെയിന്റിങ്. അത് നമുക്ക് കൊണ്ടുവരേണ്ടതാണ്. 3 സാധനങ്ങൾ പറഞ്ഞില്ലേ ഗൈസ്. ഇതാണ് ആ ഫ്രണ്ട് ഡോർ. കണ്ട റെഡ് കീ. പിന്നെ ഇത് സംതിങ് ഹെവി വേണം. നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എൻ്റെ കസിൻ്റെ ഞാൻ ഫോൺ കൊടുത്തിട്ടുണ്ട്, അവനാണ് കളിക്കാൻ പോണ. സ്ലെൻഡറിനെ മാസ്ക് അവൻ എടുക്കും. ഇല്ല, ഓക്കെ. ഗ്രോണി എന്തൊരു സ്പീഡ് വോയിസ്. ഇരിക്കണ്ട റെഡ്. ഇനി പേടിക്കണ്ട. ഓട് ഗ്രാനി ചെലുക്ക സംശയം വന്നടാ. മതി 4-1-3-2 ആണ് ചീറ്റ് കോഡ്. നിങ്ങൾ കണ്ടില്ലേയിരിക്കും, പക്ഷെ ഞാൻ കണ്ടു. 4-1-2-3 ഇരുത്തേറ്റ് പോയി. 4-1-2-3 ഗൈസ്. ഗ്രാനി ഭയങ്കര സ്പീഡിലായിരുന്നു വന്നു, നമ്മൾ കണ്ടില്ല അവിടെ നിന്നത്. 4-1-2-3 ആയിരുന്നടാ. ഞാൻ പറഞ്ഞപ്പോ തെറ്റിപ്പോയി. 4-1-3-2 ആയിരുന്നു കേട്ടോ. പക്ഷെ 4-1-3-4 ഞാൻ ഫുള്ള് തലതിരിഞ്ഞാണല്ലോ ഗൈസ് ഇരിക്കണത്. അപ്പം നമുക്ക് ഇനി ഗ്രാനിൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് നിൽക്കുകയാണെങ്കിൽ ഗ്രാനീൻ്റെ തലേന്നൊക്കെ ലവൊക്കെ പറക്കുന്നത്. ഗ്രാനീൻ്റെ വിചാരം നമ്മൾ ഒരു ഇതാണെന്ന് എന്തോന്നായിരുന്നു പറയണത്, നമ്മൾ സെൻറ്ററിനായിരുന്നു. ഈ മാസ്ക് ഉള്ളതാണ് നമുക്ക് ഇത്രയ്ക്കും 1-3-4 പമ്പ് ആൻറ്റിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ട്രാപ്പ് കിട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ട്രാപ്പിൽ കയറിയിട്ട് ഗ്രാനി ഇവിടെ വിളിച്ച് വെക്കാം ഗൈസ്. അതാകുമ്പോൾ ഗ്രാനി ഇപ്പോൾ ഓടി വരുന്നു. പാപ്പനൊന്നും ചെവി കേട്ടോ. നമുക്ക് മൈക്കിൽ ഒരു സൗണ്ടും കൂടി ഉണ്ടാക്കിയിട്ട് പോവാം. അതാകുമ്പോൾ എല്ലാവരും വരും. മൈക്കിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ തല അടിക്കാൻ പോണോ? ഇല്ല, എനിക്ക് കാതിന് മഴ പെയ്യുന്നുണ്ട് ഗൈസ്. ലവൊക്കെ പറക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ ഡോർ ആരോ തുറന്നേക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഒരു കാര്യം, നമ്മൾ വല്ല കാര്യത്തിന് കുറേ നേരം ഒന്ന് ഈ തള്ളേൻ്റെ അടുത്ത് നിന്നൂടാ. അപകടമാണ് നീ ചെയ്യുന്നത്, അപകടം. പാപ്പം പോണുണ്ട് ഗൈസ്. ഇപ്പോൾ നമുക്ക് ആ ഡൈനാമൈറ്റ് അടുത്ത് പൊട്ടിച്ചാലാക്കാം. നമ്മൾ മേലത്തെ ബോക്സും കൂടി പൊട്ടും ഗൈസ്. നമുക്കൊരു ട്രിക്കുണ്ട്, നമുക്കൊരു ഡൈനാമൈറ്റ് വേണം ഗൈസ്. നമ്മൾ നേരത്തെ അവിടെയാണെങ്കിൽ ഒരു ബോംബാണൊക്കെ കണ്ടില്ല, അതിൻ്റെ പേരാണ് ഡൈനാമൈറ്റ്. അത് വെച്ച് നമ്മൾ ഇവിടെ ഇട്ട് പൊട്ടിക്കുകയാണെങ്കിൽ ആ മേലൊരു ബോക്സ് ഉണ്ട്, അത് പൊട്ടിക്കാണുള്ളത്. അപ്പം നമുക്ക് ബ്ലൂ കീ ആവശ്യം വരും. അതുകൊണ്ട് നമുക്ക് ഡൈനാമൈറ്റ് എടുക്കേണ്ട ആവശ്യം വരും. നമ്മൾ ക്രോബാർ ഇവിടെ ഇട്ടിട്ട് ബോംബ് എടുക്കുക. ഓ സെറ്റ് ഗൈസ്. ഇതിനകത്ത് വല്ലതും ഉണ്ടാ? ഇല്ല, കാരണം വല്ലതും കിട്ടണേണ്. എന്തായിരുന്നു അറിഞ്ഞൂടാ. ചെറുക്കാൻ അങ്ങോട്ട് പോകും. എല്ലാവരും നമ്മള് തടിയനും കൂടി പോയി കഴിഞ്ഞാൽ തടിയൻ നമ്മളെ സംശയോടി. തടിയൻ പോയിട്ടുണ്ട്. ഇനി കബൂം ചെയ്യടാ. ബോക്സും പൊട്ടിയടി.
കുറച്ച് സമയം ഇല്ലാന്നോ ഇതിന്റെ ഡൗട്ട് പുറകെ അടിക്കണമെന്ന് തോന്നുന്ന guys. നമ്മളെ നോട്ടൊക്കെ കണ്ടാൽ ഡൗട്ട് അടിച്ചിരിക്കുന്ന കൊണ്ട് guys. എല്ലാവരും ഇപ്പൊ എവിടെയാണെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. ആ ജയിലിനകത്ത് കയറിയില്ലേ? ഇത് ഒരാളുടെ കണ്ടു ഓടിക്ക് രണ്ടാൾക്കാരുണ്ട്. അതുകൊണ്ടാണ് മക്കളെ ഫോളോ ചെയ്യണം. ഒക്കെന്നും ഫോളോ ചെയ്യല്ലോ. ആ ഇനിയിപ്പോ എല്ലാം തീർന്നു. സോറി നമ്മള് ഇവിടെ ഒന്ന് ഇവിടെ ഒന്നും കിട്ടണില്ല. നമ്മള് എന്തായാലും നമുക്ക് ബ്ലൂ കിട്ടായിരുന്നു. നമുക്ക് ബ്രേക്കബിൾ ബോക്സും കിട്ടിയിട്ടുണ്ട്. അത് പൊട്ടി തനിയ. പക്ഷെ നമുക്ക് ഇവിടെ ഈ പമ്പ് ഹാൻഡിൽ പിടിച്ച് വലിച്ചില്ലെങ്കിൽ കിളവ എടാ കിളവൻ്റെ അടുത്ത് കുറേ നേരം നിൽക്കുന്ന സൂപ്പർ അല്ലേ? നീ ഇപ്പൊ ഓടാ നീ. ഇവന് ഓടി രക്ഷപ്പെടണം. കുറേ നേരം ആരടുത്തെങ്കിലും അവർക്ക് ഡൗട്ട് അടിച്ച് തല കൊണ്ട് നോക്കി നന്നായിട്ട് തരും കഴിച്ചു. തടിയൻ വന്നിട്ടുണ്ട്. എപ്പാപ്പൻ എന്തോ അവിടെ തന്നെ നിൽക്കണം. കുറേ നേരം സംശയം നോക്കി. ഇവിടെ നമുക്ക് നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല. അയൺ കോവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അയൺ കോവ് കുറേ സ്ഥലത്ത് ആവശ്യമുണ്ട്. വണ്ടിനെ പൂട്ടാൻ ആവശ്യമുണ്ട്. ബട്ടൺ നമുക്ക് കിട്ടിയോ എന്നൊരു സംശയം. ഇല്ല കിട്ടിയിട്ടില്ല. അപ്പൊ ഇല്ല അവൻ പോയിട്ടുണ്ട്. എപ്പാപ്പ ഇപ്പഴും മാറിയിട്ടുണ്ടോന്നൊരു മാറിയിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ വേണമെങ്കിൽ ചെന്ന് പമ്പ് വലിക്കാം. സ്വിച്ച് ബോർഡ് കീയാണെന്ന് തോന്നുന്നു guys. തനിയെടുത്ത് നീ കണ്ടാ ആ ബോക്സ് വീരാതാ. 2 പ്രാവശ്യം വലിച്ചിട്ട് പിന്നെ എടുത്തത് ഗ്രാമ്പോ എന്തോന്നായിരുന്നു നമ്മൾ ചെന്നത്. എന്താ കളവ ഒന്നും നോക്കല്ലേ. കാതലി കൊറേ നേരം നിന്ന കാതലിപ്പം കോതലായി വരും നിനക്ക്. നമ്മച്ചി അറിയാതെ ട്രാപ്പ് ഇടും കേട്ടാ. കൊറേ നേരം നിക്കലേടാ ചാവുമേ നീ ലാസ്റ്റ്. പറഞ്ഞില്ലെന്ന് പറഞ്ഞു. നമുക്ക് എവിടെയെങ്കിലും ചെന്ന് സൗണ്ട് ഉണ്ടാക്കാം. ബാത്റൂമിൽ ആ സ്ഥലത്താണ് നമുക്ക് ഇത് വെക്കാനുള്ള. നീ എന്തോന്നായിരുന്നു വിചാരിച്ച ഓടിത്തള്ളേ. നമുക്ക് എങ്ങനെയെങ്കിലും സൗണ്ട് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഈ സംശയം വെക്കാതെ ഈ റിവോൾവർ പാർട്ട് അവിടെ ഇരിക്കുന്നു. നമുക്ക് അവിടെ നമ്മൾ ഈച്ചേനെ കൊന്നില്ല. നമുക്ക് എന്തായാലും ഇത് ചെന്ന് അടച്ചിട്ട് വേണോ എൻ്റെ ആവശ്യം? എൻ്റെ ആവശ്യം പിന്നെ വേണ്ടേ? വേണ്ട കഴിച്ച് അങ്ങ് അത്രയ്ക്കും എനിക്ക് ആവശ്യം വേണ്ട. ഇവിടെ ഇല്ലാന്നോ എൻ്റെ പിറകെ തന്നെ വരാതാ. ആര് സ്ലെൻഡു മോളല്ലേ? മുട്ട് എപ്പാപ്പൻ പോയി ഇറങ്ങി പോണ് കാര്യം. നമുക്ക് ഇതിനകത്ത് കയറിയില്ലെങ്കിൽ എപ്പാപ്പന് ഭയങ്കര മുടയാണ്. എപ്പാപ്പ എപ്പോൾ വേണോ കയറി വരും കൈ. വല്ല അപ്പാപ്പൻ്റെ അടുത്ത് ഒരു സംഭവം വരും. വല്ല അപ്പാപ്പൻ എട്ടി നോക്കും. ഇതെന്തോ മോളെ സ്ലെൻഡു അവനെ കണ്ടോ? അവനായിരിക്കും ഇത് ചെയ്തത് ചിലപ്പോൾ. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് വരും. അപ്പാപ്പനല്ലേ മേലിൽ എന്താണ് ഇരിക്കണെന്ന് നോക്കടാ. അതിൻ്റെ മേലിൽ ഓക്കെ നോക്കെന്നാലും അതിൻ്റെ മേലിൽ എന്തോ റിവോൾവർ പാർട്ട് നമ്മൾ വെക്കാം. അവിടെ താഴെ കൊണ്ടിടാം. അപ്പം എല്ലാവരും സൗണ്ട് കേട്ട് അങ്ങോട്ടും ആരെങ്കിലും വന്നിട്ടാവും. ഇപ്പം എല്ലാവരും അങ്ങോട്ട് പോകും. കണ്ടു നമ്മളൊരു പെയിൻറ്റിങ് ഒന്നും തള്ളിയിടല്ലേ. തന്നെ പയ്യെ പോവാം. നമ്മൾ മേലെ എന്തിനാണ് ഇരിക്കണതെന്ന് നമ്മളെ കണ്ടിട്ട് പോലും ഇല്ല ഗൈസ്. ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. എടാ മേലെ എന്തിനാ ഇരിക്കണെന്ന് നോക്കിയിട്ട് പോടാ. നമ്മൾ എന്തൊരു ചത്തിട്ടുണ്ട് ഗൈസ്. ഓവറല്ലടാ അതിൻ്റെ മേലെ എന്തിനാ ഇരിക്കണെന്ന് നോക്കിയിട്ട് വാടാ ഗൈസ്. ഇവനെ പറഞ്ഞാൽ കേൾക്കത്തില്ല ഗൈസ്. ഇവന് വട്ടു പിടിച്ചു. അതെ എനിക്ക് വട്ടു. ഇവന്റെ അങ്ങോട്ട് നോക്കിയിട്ട് വരാടാ. അതിന്റെ മേലിൽ എന്തിനും നോക്കണേ ആദ്യം. എന്തോന്ന് അതിന്റെ മേലിൽ? അതിന്റെ മേലില് അത് അപ്പൊ നമുക്ക് ആവശ്യമില്ലല്ലോ. അത് ആണോ ആവശ്യമില്ല. ഈ ഫാബ്രിക് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ലൈഫ് ഉണ്ട് കൈ. ആ ലൈഫ് കൂട്ടാൻ വരും ആ സംഭവം. 2 സാധനം നമ്മളെ കയ്യിലുണ്ടോ.
നമുക്ക് പൊട്ടിക്കാൻ സാധനം കിട്ടിയിട്ടുണ്ട് guys. ചാർജ് ഇരുന്നിട്ടുണ്ട്. ചാർജ് ഇല്ല, കുറച്ചേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് നമുക്ക് കളിക്കാൻ പറ്റൂല എന്നാണ് തോന്നണത്. എന്നാലും നമ്മൾ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ കോഡ് നോക്കിയതാണ്. കോഡൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് സൂപ്പർ ആയിട്ടുണ്ട് guys. അതിനകത്ത് ചിലപ്പോൾ സ്ക്രൂ ഡ്രൈവർ ആണ് guys. അപ്പം നമ്മളെന്തായാലും സ്ക്രൂ ഡ്രൈവർ ആയിരിക്കും, അല്ലെങ്കിൽ ആൻറ്റി വീൽ ആയിരിക്കും. അങ്ങനെയൊക്കെ കാണാറുണ്ട്. എന്നാൽ നമുക്ക് അയൺ കോഡ് ആവശ്യമില്ലാത്തല്ലേ, അല്ലാതെ നമുക്ക് ഈ കോലടിക്കാനുള്ളതല്ലേ. എപ്പാപ്പനൊന്നും കണ്ണ് കണ്ടുകൂടാ guys. നമ്മളെ ദൂരെ വെച്ച് നോക്കുകയാണെങ്കിൽ കാണാം. കണ്ണാണ്ടൂടാത്തതല്ലോ guys. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മാസ്ക് വെച്ചേക്കുന്നതുകൊണ്ട് മാത്രം നമ്മളിവിടെ നമുക്ക് റിവോൾവർ പാർട്ട് കിട്ടി guys. നമുക്കിപ്പോൾ എത്ര റിവോൾവർ പാർട്ട്? സെക്കൻഡ് പാർട്ട്. നമുക്ക് ഒരു പാർട്ട് ഇട്ടിട്ടുണ്ട്. ഇല്ല, ഫസ്റ്റ് പാർട്ട്. ഓക്കെ ശരി. നമ്മൾ ഈ എന്ത് കോഡ് ഇവിടെ തന്നെ ഗൈസ്. ആരും ഇല്ലാത്ത സമയം ഇപ്പം വേണം കറണ്ട് വന്നു. കറണ്ട് വന്നാൽ കുറച്ചും കൂടി നന്നായിരുന്നു. അത് നടക്ക്. സ്ക്രൂ ഡ്രൈവർ കിട്ടി guys. കറക്റ്റ് സമയം. നമ്മളെല്ലാം മൊണാലിസ പെയിന്റിങ് എടുത്തിട്ട് വരാൻ കഴിയും. ഓക്കെ, നമ്മളെല്ലാ സംഭവം സെറ്റാണ്. നമ്മൾ ആരെടുത്തും കുറേ നേരം നിൽക്കണ്ട. എടാ അങ്ങോട്ടല്ലേടാ പോകണ്ട. ഇവനാണ് ചെയ്യാൻ പോണത്. ഇവന് ഭയങ്കര പേടിയാണ്. അല്ല, എന്നെ കൊണ്ട് പറ്റണില്ല. ഞാൻ ചിലപ്പോഴൊക്കെ താഴെ വീഴാറുണ്ട്. ചിലപ്പോൾ അല്ല, എപ്പോഴും. ഈ സൈഡിൽ നിന്ന് ചാടാൻ എനിക്ക് നല്ല പാടാണ്. ചാർജ് ചെയ്താറായി guys. എന്തായാലും നമുക്ക് ചാർജ് ഇട്ട് കളിക്കാൻ പോവുകയാണ് guys. ചാർജറിലൂടെ അല്ല. നമുക്ക് ചാർജ് കൊണ്ടുവരണം. വേണ്ട വേണ്ട വേണ്ട, ചാർജ് കൊണ്ട് 15 ചാർജേ ഉള്ളൂ. എന്നാലും നമുക്ക് ഇത് കളിച്ചിട്ട് തള്ളല്ലേടാ. നമുക്കിത് കളിച്ച് തീർക്കാൻ പറ്റും guys. ഇനി എനിക്കാടാ. ഓക്കെ, ഇവനാണെങ്കിൽ എടാ അങ്ങോട്ട് മേലെ ആക്കി തന്നാൽ മാത്രം മതി. അതിനകത്ത് പോലെ സെൻട്രീന മാസ്ക് പോകണോ? എനിക്ക് അടിയിലെന്തെങ്കിലും ഇപ്പം അല്ലാതെ പറ്റൂല. ആ സൈഡിലാണ് നമുക്ക് പോവാനുള്ളത്. ഈ വട്ട് കാണിക്കുന്നത് കേട്ടോ ഗൈസ്. ബക്കിന്റെ തലയൊക്കെ വളച്ചു വെച്ചിട്ട് നോക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടാടേ? ആരെങ്കിലും നമുക്ക് പെയിന്റിങ് സൈഡിൽ ചെന്ന് പയ്യെ ഡ്രോപ്പ് ചെയ്തിടാൻ കഴിയും. ഗൈസ് എടാ ഇപ്പൊ സെൻട്രീന മാസ്ക് ആരും കണ്ടില്ല ഗൈസ്. ഇപ്പൊ ആരെങ്കിലും കാണും ഗൈസ്. ഇപ്പം വരും. ലമ്മച്ചിയാണ് ഫസ്റ്റ് പറഞ്ഞത്. ഗോൾഡ് കോയിൻ എടുക്കാം. നമ്മൾ പെട്ടെന്ന് എസ്കേപ്പ് ആവറായി. ഇനി ബ്ലൂ കീ വേണം ഗൈസ്. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നൈസായിട്ട് എടുക്കണം. നമ്മളൊരു ട്രിക്കാണ് തരാം ഗൈസ്. നമ്മൾ നൈസായിട്ട് എടുക്കും ഗൈസ്. എന്തായാലും നമുക്ക് ഇത് വെച്ച് ആദ്യം പോയി തുറന്നിട്ട് വരണം ഗൈസ്. ലപ്പാപ്പനൊക്കെ നമ്മളെ സംശയിക്കണമുണ്ട്. ലമ്മച്ചിക്ക് ലവാണ്ടൊക്കെ ഇഷ്ടം. ഓടാ ആരാ മ്യൂസിക് ഇല്ലടാ. അപ്പൊ നീ പോയി ഇറങ്ങി പോടാ. നിനക്കെന്താ? ഇവന് ഭയങ്കര പേടിയാണ് ഗൈസ്. പേടിച്ച് അവിടെ ഇരിക്കുകയാണ് അവൻ. അല്ല, ഞാനില്ലേ ഇവര് നൈസായിട്ട് ഒളിപ്പിക്കാന്ന് വിചാരിച്ചതാണ്. നേരെ കിളവി താണ്ട് ട്രാപ്പ് ഇട്ടേക്കണ്. ഓൾഡ് ടു റിമൂവ്. കിളവി പറഞ്ഞാൽ നമ്മളെ പിടിക്കും കാര്യം. അപ്പോൾ നമ്മുടെ ചാർജ് തീരാറായി. എസ്കേപ്പ് ആവാറായില്ല. നമുക്ക് ഹാൻഡ് വീല് ആ വണ്ടിൻ്റെ അവിടെ കാണും കാര്യം തന്നെ വയസ്സ്. അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് അറിയാം അവിടെ തന്നെ ആണ് കാര്യം.
നമുക്ക് ഇനി ചെയ്യാനുള്ളത് പെട്ടെന്ന് ചെന്ന് അയൺ ഗോ കണ്ടിരിക്കണം guys. അല്ലെങ്കിൽ പൊട്ടിക്കുന്ന സാധനം ആയാലും മതി. തന്നെ പൊട്ടിക്കണ സാധനം മതി. നമ്മളെ പൊട്ടിക്കണ സാധനം എവിടെ കിടന്നു ലമ്മച്ചി വെറുതെ ലമ്മച്ചി ലവും പറിച്ച് നിൽക്കുകയാണ്. ലമ്മച്ചി ചുമ്മാ കൊച്ചു കള്ളി. ഗൈസ് നമുക്ക് ലൈനാമേറ്റ് ഇവിടെ നിന്നിങ്ങനെ കിട്ടിയെങ്കിൽ സുഖമായിരുന്നു. ഡയമണ്ട് നമ്മൾ പൊട്ടിക്കണ സാധനം തോന്നിരിക്കണം കൈ ഇവിടെ തന്നെ. നമ്മള് ഉണ്ട് ഇവിടെ നമ്മൾ ഇറങ്ങുന്നുണ്ട്. ഓക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഓക്കെ ഇപ്പം 15 കുറേ ടൈമൊക്കെ തീരാറായി ഗൈസ്. നമ്മൾ നേരത്തെ ഇതേപോലെ ആയിരുന്നു ഇതൊരിക്കലും ഡൗൺലോഡാണ്. നിങ്ങൾ ആ വീഡിയോ കാണണം പക്ഷേ ഗൈസ്. ഓക്കെ മറ്റേത് പറഞ്ഞില്ല ഇതായിരിക്കും ഇപ്പം വരും. ആ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വണ്ടിനെ നന്നായിട്ട് പൊട്ടിക്കണം ഗൈസ്. നൂറ്റാണ്ടിയെന്നൊന്ന് പേരിട്ടതേ ഉള്ളൂ. നമ്മുടെ ബട്ടൺ ആക്കെ അപ്പം ബട്ടണിൻ്റെ അകത്തില്ലേ അത് തുറക്കുമ്പം അതിനകത്തുനിന്ന് ഹാൻഡ് വീല് ഓക്കെ നമ്മൾ പുറത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ഓ നമ്മൾ കുറച്ച് ചത്തട ഇത്രക്ക് ലൈഫ് പോയിട്ടില്ല കേട്ടോ. നൈസ്. ഇത് നമ്മള് ഫുള്ള് ലൈഫ് പോയിട്ട് നമ്മൾ ജയിക്കാന്ന് വിചാരിച്ചാണ് ചേട്ടോ. പക്ഷെ നമുക്കൊന്നും പറ്റില്ല ഗൈസ്. ആ വണ്ടിന് തീരുമാനമായി കാണും. തന്നെ അത് തീരുമാനമായി അമ്മക്ക് ചെല്ലാം. സത്യമായിട്ട് അവിടെ കാണൂലെന്നാണ് തോന്നണം കേട്ടാ. നമുക്ക് ബട്ടനാണ് കിട്ടിയ അത് മറ്റേ ബട്ടന്റെ അത് ചിലപ്പോ ഇത് കിട്ടും അല്ലെങ്കിൽ ചിലപ്പോ ഡോർ ഹാൻഡിലായിരിക്കും. അയൺ ഗോഗ് പിന്നെ വേണം നമുക്ക്. അയൺ ഗോഗിന് വേണ്ട ഗൈസ്. നമ്മളെ ഭാഗ്യം അയൺ ഗോഗ് നമ്മൾ എവിടെയോ ഇട്ടായിരുന്നു നമുക്ക് അറിഞ്ഞൂടാ. ചാർജൊക്കെ തീരാറായി ഗൈസ്. എന്നാലും നമ്മൾ കളിച്ച് തീരണം അല്ലെങ്കിൽ നിൽക്കും. ഓക്കെ വണ്ട ചത്ത അടയ്ക്കാണ് ഗൈസ്. ചെയ്യൂലല്ലോ ഒന്നും ചെയ്യൂല. പോയിരിക്കണം കണ്ടില്ലേ. അവയോട് ഓക്കെ നമ്മള് അയൺഗോഗ് നമ്മൾ എവിടെയോ വെച്ച് കണ്ടായിരുന്നു. കുറച്ചും കൂടി ഫ്രണ്ടിൽ മാസ്ക് ഇല്ലെങ്കിൽ കളി നടക്കില്ല. മാസ്ക് ഇടണം. നമ്മൾ ബട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് അയൺ ഗോഗ് നമ്മൾ എവിടെയോ വെച്ച് കണ്ടായിരുന്നു. തന്നെ മേലിട്ട ഈ പ്രാവശ്യം തോറ്റൊന്ന് പോയി. അതുകൊണ്ട് നോക്കാം. നമ്മൾ പവർഫുൾ ആണ് ഗൈസ്. പവർഫുൾ. താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇതല്ലേ പറ്റിക്കണം. നമുക്ക് ബട്ടൺ വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി ചെയ്യാനൊക്കെ അയൺ ഗോഗ് വേണമെങ്കിൽ നമുക്ക് കറണ്ട് ഓഫ് ചെയ്യണം. കറണ്ട് ഓഫ് ചെയ്യാനൊന്നും നടക്കൂല. നമ്മൾ പോണുണ്ട്. നമ്മളെ ഇതാണ് നമ്മളെ ബട്ടൺ. ബട്ടൺ ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. യൂസ് ചെയ്യാം. അതാണ്ട് ഇവിടെ ഈ ബോളിൻ്റെ അകത്ത് വെച്ചാണ്. സമയമായിട്ടില്ല. ചാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓടുക. ചാടാൻ ചാടി ബട്ടൺ ഫസ്റ്റ് കൊണ്ട് വെച്ച് സുന്നത്ത് കല്യാണം. ഞാൻ തുറക്കണം എന്തിനാ? അതിനകത്ത് ഒരു അവിടെ ഒരു സ്ഥലമില്ലടാ. അയൺ ഗോഗ് വേണ്ടേ അത് വെക്കണമെങ്കിൽ? വെയിറ്റ് അവിടെ ഒരു സംഭവം ഇല്ലടാ. ഈ ഡോർ ഹാൻഡിൽ കണ്ട എടാ ഡോർ ഹാൻഡിൽ കിട്ടി. ഡോർ ഹാൻഡിൽ കിട്ടിയ ആവശ്യം കിട്ടിയാണ്. മണ്ടൻ കഴിഞ്ഞ ജന്മത്തിൽ ഇവ ഒരു മണ്ടനായിരുന്നു തോന്നണേ. ഇവനും മണ്ടനായിരുന്നു. ഒരു മണ്ടൻ ചുണാത് കാരണം ഇവനാണ് മൂത്തത്, ഞാൻ ഇളയത്. ഇവ ഇളയതാണ്.
എടാ നീ ഇവിടെയൊക്കെ നോക്കണ എന്തിനാ? കറണ്ട് വന്നാ പിന്നെ നിനക്ക് തുറക്കാൻ പോലും പറ്റൂല. ഞാൻ പറഞ്ഞു. മാറില്ലപ്പ പാലമ്മ കുറച്ചൊക്കെ സൂക്ഷിച്ച് ചെയ്യണം. കളിക്കാനൊക്കെ അമ്മാനെ, സൂക്ഷിച്ചോളാം. നമ്മൾ ഇവിടെ വെച്ചാ ഇവിടെ എന്തോ നമ്മളെ കൊണ്ട് വെച്ചാന്നോ ഡൗട്ട്. ഇവിടെ ഇവിടെ നമ്മൾ ചുമ്മാ തുറന്നത് കഴിച്ചു. നമ്മളെന്നാലും അയങ്കോക്ക് എവിടെ വെച്ചെന്നാണ് കഴിച്ചു നമ്മളൊരു ഡൗട്ട്. നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്ത് വെച്ചാന്ന് ഒരു ഡൗട്ട്. കന്ന ഇവിടെ എവിടെയോ ഉണ്ട്. ഇവിടെ ഇല്ല, ഇവിടെ ഒരു സ്ഥലത്തും ഇല്ല. നമ്മൾ അയങ്കോക്ക് വെച്ചല്ലേ അപ്പുറത്ത് സൗണ്ട് ഉണ്ടാക്കിയ അപ്പുറത്ത് വല്ലതും കാണും. ഇതിനകത്തല്ലേ ഇതിൻ്റെ അകത്തൊരു തേങ്ങാ കുപ്പ് വരെ ഇല്ല. എന്നാലും നമുക്ക് വാ ഒരു ഐഡിയ ഉണ്ട്. അയൺ ഡിസ്ക് എന്നാലും എവിടെ പോയെന്ന് പോലും നമ്മളെ ചോദിക്കില്ലേ. അയൺ കോഗ് അയൺ കോകോ അയൺ ഡിസ്കോ എല്ലാം അന്നൊക്കെ തന്നെ കഴിച്ചു. ഓ ഗൈസ് നമുക്കൊരു ഐഡിയ കിട്ടി. വാ ഗൈസ് ഓടാ നമുക്കില്ലേ ഡ്രോപ്പ് ചെയ്താ ആ കിച്ചണിൽ പോയി നോക്കാം. അത് തന്നെ ഞാൻ പറയാൻ നിന്നു. ഗൈസ് സൗണ്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ആരെങ്കിലും വരും. നിന്റെ അയ്യോ പേടിക്കാൻ വേണ്ടി എടാ നീ ആദ്യം അങ്ങോട്ട് പോടാ. ആദ്യം എറാ ഇവിടെയൊക്കെ നോക്കണെന്തിനീ. ചെക്ക് ചെയ്തിട്ട് പിന്നെ അല്ലോ. എടാ അങ്ങോട്ടല്ലേ നീ ചെന്ന് റോപ്പ് ചെയ്ത് നമ്മൾ എസ്കേപ്പ് ആവാൻ പോവല്ലേ. ശരി അവിടെ എങ്കിൽ അവിടെ അയൺ ഡിസ്ക് നീ വെച്ച സ്ഥലം അടുക്കള. അയൺ ഡിസ്ക് അയൺ കോഗ് അയൺ കോഗ് അവൻ കിട്ടിയിരുന്നു. നമ്മൾ എവിടെയാണ് അങ്ങനെ കൊണ്ട് റോപ്പ് വെച്ചേ. അല്ലല്ലോ അമ്മ ആണല്ലേ. ഏകദേശം ഒന്ന് അയങ്കോകായിരുന്നു. നമ്മൾ അയങ്കോ നമ്മൾ എവിടെ വെച്ചെന്നാണ് കഴിച്ചത്. നമുക്ക് ഓർമ്മശക്തി കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. എടുക്കാൻ നോക്കിയിട്ട് പറ്റണില്ല. ഓക്കെ ഐസ് നമ്മൾ അയങ്കോക്ക് ഇവ അടുക്കളയിൽ ചെന്ന് റോപ്പ് ചെയ്തിട്ടെന്ന് തോന്നണ കഴിച്ചു. നമ്മൾ വെളിയിൽ ചെന്ന് നോക്കി. വെളിയിൽ ചാൻസ് ഒന്നും ഇല്ലടാ. വെളിയാണേലും ഇതും കൊണ്ട് ഇട്ടാന്ന പോലെ എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ഒന്നും ഓർമ്മ കിട്ടില്ല. ഇവിടെ ഒന്നും ഇല്ലെന്നാണല്ലോ. നമ്മളെവിടെ ഇട്ടേ? ആ താഴെ കണ്ടോ നമ്മളെ കണ്ണുമ്പിൽ തന്നെ ഉണ്ട് കഴിച്ചു. നമ്മളെ വിചാരിച്ചത് വേറെ ആയിട്ടില്ലേ. നമ്മളിത് കഴിക്കാൻ നോക്കണം കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ ആ സ്ഥലമാണ് ഇത്. ഓക്കെ ലെമ്മച്ച് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സ്വിച്ച് ചെയ്തിട്ട് അവിടെ നമ്മളങ്ങനെ എസ്കേപ്പ് ആവാൻ പോവാണ്. ഹാൻഡ് വീൽ നമ്മൾ വെക്കാം. അങ്ങോട്ടല്ലേടാ വെക്കണ്ട. ഓ അങ്ങോട്ട് തന്നെ പോയത്. അങ്ങനെ നമ്മൾ ഫൈനലി എസ്കേപ്പ് ആവാനായിട്ട് പോവേ. ഇവിടെ വല്ലതും ഉണ്ടോ? എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഞാനേ പൊട്ടിക്കാന്ന് വെച്ചായിരുന്നു അവന്. അതിന് മുമ്പേ ബക്ക് ചത്ത് ഇവിടെ വെച്ചു. ആ ട്രാപ്പിന്ന് ലമ്മച്ചി ഞാനൊരു പാവോണേ. നമുക്ക് പെയിന്റിങ് എടുത്ത് മേലെ കൊണ്ട് വെക്കണം. ആരെങ്കിലും ഉണ്ടായില്ല. ഗൈസ് നമ്മൾ ഡയമണ്ട് അങ്ങോട്ട് എടുത്ത് ഇരുന്നെന്ന് തോന്നുന്നത്. അല്ല അമ്മച്ചാണെങ്കിൽ വരും. ഗൈസ് നമ്മളിട്ട് പോലെ സൂക്ഷിക്കണം. മച്ചാണെങ്കിൽ ഇങ്ങോട്ട് അകത്ത് 10 ചാർജുള്ള വയസ്സ് ചക്കാവും. നീ ഒന്നും മിണ്ടായി കളിക്കാൻ ഞാൻ ചെയ്തോളാം. ഭയങ്കര ഇങ്ങനെയൊക്കെ സംസാരിച്ചാണ് ഗൈസ് ലാസ്റ്റ് ആവാന്ന് ചത്തത്. ഒരു പ്രാവശ്യം ലൈഫ് പോയത്. എന്തെന്ന് വെച്ചാൽ എനിക്ക് കളിക്കാനൊക്കെ എന്തെന്ന് വെച്ചാൽ ഒന്ന് പൊട്ടിച്ചിട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവരെ പൊട്ടിക്കണം. ഇനി ലാസ്റ്റത്തെ ഒരു ബുള്ളറ്റിൻ്റെ അകത്ത് വല്ലതും കാണുമോ? ഞാനാണ് റിവോൾവർ പാർട്ടൊന്നും കണ്ടില്ലല്ലേ. അതെന്നാ എനിക്കൊന്ന് മറ്റേ ഈ ഡോർ ഹാൻഡിലിനകത്തേ കാണുള്ളൂ. നോക്കിയപ്പോ എന്തിനി അത് തന്നെ വേണം. എല്ലാവരും ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ പോകണുള്ളൂ. അത്രയ്ക്ക് ഷോ അല്ലേ അടി പൊട്ടിച്ചളഞ്ഞു. ഇനിയിപ്പോ പൊട്ടിക്കണൊക്കെ എന്തിനാടാ? പാപങ്ങളല്ലേ. പാവങ്ങളാ ഉള്ള അപ്പം അങ്ങനെയായ
ഇനിയിപ്പോ നമ്മള് ഇത് ജയിക്കാൻ പോണല്ലേടാ. നമ്മള് മറ്റേ വീഡിയോ ഇവൻ എപ്പോ നോക്കിയാലും എല്ലാരും പൊട്ടിച്ചിട്ടേ പോവുള്ളൂ ഗൈസ്. അതാ ഇവനുള്ളൊരു കുസൃതി കാര്യമാണ് ഗൈസ്. അല്ല എടാ ഗോൾഡ് കോയിൻ അത് നമ്മളെ എടുത്തോടാ എടുക്കാടാ. ഇനി നമുക്ക് ചെന്ന് എസ്കേപ്പ് ആവാം. എടാ ഇനി നമുക്ക് എസ്കേപ്പ് ആവാന്നേ ഉള്ളൂ. വെയിറ്റ് ഞാൻ കണ്ടു. നീ പറഞ്ഞ ഡോറാണ്ടില്ലല്ലേ? ഞാൻ ചെക്ക് ചെയ്യാം. നീ ഒന്നും ഉണ്ട് ചിലപ്പം കാണൂലായിരിക്കൂടാ. ഹാൻഡിന്റെ അടുത്ത് നമ്മൾ ഇതുവരെയായിട്ടും അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടല്ല. എടാ അവൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണമെന്നൊരു ഡൗട്ട്. ഇല്ല അതിൻ്റെ അകത്ത് കാണൂലേ? നീ അങ്ങനെ തന്നെ പറ്റിക്കാണോ? അങ്ങനെയാണെങ്കിൽ ഇത് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വെയ്യടാ. ഇത് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിട്ടേ അതിൻ്റെ അകത്തുണ്ട്. അവന് ഭയങ്കര ഷോക്കാണ്. അവന്റെ ആഗ്രഹം അവൻ നിറവേറ്റത്തില്ല. നീയല്ലേ പറഞ്ഞ അമ്മ പോകും കൈ. ശരി നീയാണ് പറഞ്ഞ. എന്നിട്ട് എന്നെ അവസാനം കാണാ പറയരുത് കേട്ടല്ലേ എൻ്റെ അടുത്ത്. പോടാ പല്ല് കളവാ. ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടാ? വല്ലളവാ കളവാ. നിങ്ങളെ വീടൊക്കെ ഒന്ന് സൂക്ഷിക്കണം കേടാ. ഓഹേ അല്ല ഉമ്മച്ചാണ്. എൻ്റെ ഇടയിൽ പോയി നോക്കട്ടെ. നമുക്കല്ല ഒട്ടിക്കണ്ട. എനിക്കൊന്നും അപ്പുറത്ത് അലമാര കാണുമായിരിക്കൂടാ. ശരി നീ പറഞ്ഞ അലമാര. അതിനകത്ത് ഒന്നുമില്ല, ബുള്ളറ്റ് മാത്രം. നീ പറഞ്ഞ ബുള്ളറ്റ് ഇവിടെ ഇല്ലല്ലോ. ഇല്ല നീ എന്തിനാണ് സത്യം പറഞ്ഞാൽ നോക്കണം? ഇപ്പം ഡോറ് കണ്ടില്ലടാ. ഈ വീണ്ടും കിട്ടും. എനിക്കിപ്പോ ഓർമ്മ വന്നു. മറ്റേ അലമാരയിലുണ്ടോ? മറ്റേ കറങ്ങൻ അലമാരയില് പട്ട വെച്ച സ്ഥലത്ത്. ശരി തന്നെ. ആരാ ചത്തിട്ടുണ്ട്? 9 മണി 9 ചാർജ് ഉള്ളു. നമുക്ക് പെട്ടെന്ന് എസ്കേപ്പ് ആണ്. അതിനാണ് ഞാൻ അയ്യോ ഞാൻ പൊട്ടാനൊന്നും അല്ലേ. അഹങ്കാരമൊന്നുമില്ല ഗൈസ്. ഇവൻ ചുമ്മാ പറയണം. നിങ്ങൾ തന്നെ കണ്ടല്ലോ ഞാൻ അഹങ്കാരമൊന്നും കാണിക്കും. അവിടെയാണ് നമ്മളെ സ്ഥലം. ആരെങ്കിലും ഉണ്ടാന്ന് നമുക്ക് ചെക്കുക. ഇവനാണ് പറഞ്ഞത്. ഇവനാണ് പറഞ്ഞേ. നീയാണ് മൂന്നാണ് കേട്ടോ. നീ പറഞ്ഞു ഗ്യാസ് സിലിണ്ടർ കേട്ടറാ. അതാകുമ്പോ ഒരു വടിക്ക് 6 പക്ഷേ നമ്മളും കൂടെ ചാവും. മറന്നാ നീ നമ്മൾ ദൂരെ നിന്ന് വിളിച്ചാ പോരെ. എടാ ഇനിയിപ്പോ ചാർജ് കുറച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലെന്ന് കണ്ടേ. ഓ ശരി നീ പറഞ്ഞു. സമയം കളയണ്ടടാ. ചാർജ് തീർന്ന പിന്നെ അറിയാലേ നമ്മളെ കളി നോക്കും. നമ്മള് ഗോൾഡ് കോയിനൊക്കെ എടുത്ത് ഡ്രോപ്പ് ചെയ്ത് എത്തത്തില്ലേ? പോയി ഡയമണ്ട് അമ്മച്ചി എവിടെ വിളിക്കാം ഇല്ലേ? ഞാൻ എവിടെയോ റിവോൾവർ പാർട്ട്. നമുക്ക് റിവോൾവർ പാർട്ട് അടിച്ചു നോക്കിയാലേ എവിടെയൊക്കെ കാണുന്നു. അതല്ലെങ്കിൽ ഈ റൂമിനകത്ത് കാണുമോ? ചിലപ്പം മാത്രം. ഇവിടെ അല്ലേടാ നീ നേരത്തെ കൂടി നോക്കിയത്. അതിൻ്റെ അകത്തും ഇല്ല. നമ്മൾ നേരത്തെ കൂടി പോയതല്ലേടാ ഉള്ളൂ. ഇവന് ഭയങ്കര അഹങ്കാരമാണ് കണ്ട. അവരെ കൊന്നിട്ടേ പോകണമെന്നുള്ള അഹങ്കാരമാണ്. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ. ഇപ്പൊ ചമ്മയാ എന്തോ റിവോൾവർ പാട്ട് കിട്ടൂല. അതിന്റെ ബാക്കിൽ ചിലപ്പം കാണും. കണ്ടല്ലേ? ഇനിയിപ്പൊ നീ എസ്കേപ്പ് ആവും. സമയമില്ലേ? ഇതിന്റെ അകത്തോ? എടാ അതിന്റെ സ്വിച്ച് ബോർഡ് കിട്ടിയ പാട്ട് ഭയങ്കര ഇവൻ സമയം കളയാനായിട്ട് നിക്കണം ഗൈസ്. നിങ്ങളെ കണ്ട് തീർപ്പിക്കാൻ സമ്മതിക്കൂല. ഇല്ല ഇവൻ റിവോൾവർ പാട്ട് കണ്ടിട്ടേ പോവുള്ളൂ. അതാണ് അവന്റെ. എനിക്കത് വേണോ? എല്ലാത്തിനും പൊട്ടിക്കണം. എന്തിനാ അവരൊക്കെ ഇനി നമ്മൾ എസ്കേപ്പ് ഒരാള് പോലും നമ്മളെ പുഷിയിട്ടില്ല. അയ്യോ ഇത് നമ്മൾ തുറന്നല്ലേ.
താഴെ കണ്ടറാ നമ്മൾ ഏത് പൊട്ടന്മാരാ താണ്ടെ ഇറങ്ങണേ ഞാനാ പൊട്ടൻ. നമ്മള് ഞാനാ നമ്മളാ. നീയല്ലേ കുറേ നേരം കൊണ്ട് റിവോൾവർ എടുക്കണം പറഞ്ഞു. ആ പിന്നെ ഇല്ലാതാ ഞാനല്ലേ കണ്ടുപിടിച്ചത് എല്ലാവരുടെയും സൗണ്ട് ഉണ്ടാകാം മേലു നമുക്ക് ഒരു ഡൈനാമാറ്റ് വേണം അറിഞ്ഞ് പൊട്ടിപ്പിക്കാനായി അവിടെ സൗണ്ട് ഉണ്ടാപ്പിക്കണം എന്നിട്ട് നമ്മൾ എല്ലാത്തിനെയും വിളിക്കണം എന്നിട്ട് വേണം കബൂം ചെയ്യണ്ട. നമ്മൾ ചെറിയ സ്ഥലമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ചാവും ചിലപ്പം. അങ്ങ് ദൂരെ നമ്മൾ കബൂം ചെയ്യും. എമ്മച്ചി ഇങ്ങോട്ടൊന്നും വരരുത്, ഇവിടെ ആരും ഇല്ല. എടാ നീ ചാവുമേ ലാസ്റ്റ്. ഇവന് ഭയങ്കര ഷോ ആണ് പറഞ്ഞാലും അവൻ മൈക്കിലും സൗണ്ട് ഉണ്ടാകും. വേണ്ട വേണ്ട എടാ എസ്കേപ്പ് ആവാറായില്ലടാ നീ. ഇനി എന്താ നീ ചെയ്യണം? ഇല്ല എല്ലാണോ അപ്പൊ സൗണ്ടും കേട്ട് ഇങ്ങോട്ട് വരും. എടാ വെളിയിൽ ഇറങ്ങല്ലേടാ. പിന്നെ എന്തിന്റെ കുഴപ്പമാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇവൻ ഭയങ്കര ഷോ കാണിച്ചിട്ട് ഇറങ്ങോട് ഗൈസ്. അന്നല്ല ഓ അടുത്ത ബിരിയാണി തരാം എല്ലാത്തിനും. ഇതാടാ നിനക്കുള്ള ബിരിയാണി. സ്പൂൺ ലെപ്പാപ്പ എവിടെയുണ്ട്? ലെപ്പാപ്പ നാളെ പിന്നെ ഓരോ ഉണ്ട് പോലും നിന്റെ ഇല്ലേ ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. കാരണം ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് കിട്ടണോ. ചേട്ടാ ഒരു മെസ്സിയോ. ഓക്കെ ഗൈസ് ഫൈനലി നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. കൊള്ളാം. ഇപ്പം താഴെ ഇടുവാണ്. രണ്ടുപേരും ട്വിൻസ് ആണ്. എന്നിട്ടോലും ട്വിൻസിൽ ഒരുത്തനെ ഇട്ട് തള്ളിയിട്ടുണ്ട്. അതെന്തെന്ന് പറയട്ടോ, നമ്മുടെ വീട്ടിൽ ആരും വരാതിരിക്കാൻ നോക്കാൻ പറഞ്ഞിട്ടുള്ള അവൻ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പം ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ അപ്പം നമ്മൾ ആ വീഡിയോ ഒന്ന് ഇവിടെ നിന്ന് അവസാനിക്കുകയാണ്. ഓക്കെ ശരി.